പ്രചാരണ രംഗം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാശിയേറിയ പ്രചാരണ ചൂടിലാണ് ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. പ്രചാരണ രംഗം ആദ്യം ഇറങ്ങി അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. നമ്മൾ കൂടുതൽ ആളുകളെ കാണുന്നു, കൂടുതൽ ആളുകളുമായി ഉള്ള സംസാരവും ഇടപെടലും ഒക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തുടങ്ങിയതിനേക്കാളൊക്കെ വളരെ കൂടിയ ആത്മവിശ്വാസത്തിലാണ് LDFും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും ഉള്ളത്. കൂടുതൽ ആളുകളുമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരിക്കൽ പോലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ഞാൻ മത്സരിക്കുമ്പോഴും അത്ര തന്നെ ആഭിമുഖ്യം പുലർത്താത്ത വിഭാഗങ്ങൾ, വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് വലിയ താല്പര്യം കാണിക്കുകയും നമുക്കൊപ്പം നിലപാടെടുത്ത് പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വർദ്ധിത ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലും നമ്മളുള്ളത്. ഈ തോട്ടം മേഖലയിലൊക്കെ വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം NDAയും അതുപോലെ തന്നെ UDFും ഈ പൗരത്വ നിയമ ഭേദഗതിയും ഒപ്പം തന്നെ രൂപതയുടെ കേരള സ്റ്റോറി പ്രദർശനമൊക്കെയായി ബന്ധപ്പെട്ട് LDFിനെതിരെ വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായിട്ടുള്ള കൃത്യമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. അത് ഒരു വിഷയത്തിലല്ല, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടും ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കൃത്യതയാർന്ന ആശയദൃഢതയുള്ള നിലപാട് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനുണ്ട്. ആ നിലപാടിന്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളുമാണ്. പ്രത്യേകിച്ച് ദളിതർ, ന്യൂനപക്ഷങ്ങൾ ഈ വർഗീയമായി വേർതിരിച്ച് നിർത്തപ്പെടുമ്പോൾ അതിന്റെ പ്രതിസന്ധിയിലാക്കപ്പെടുന്ന വിഭാഗങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാജ്യത്തിന്റെ ഭരണഘടനയും ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യവും മതനിരപേക്ഷതയും നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ പൗരസ്വാതന്ത്ര്യങ്ങളും പൗരാവകാശങ്ങളും ഒക്കെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നതായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുനിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ബാക്കിയുള്ള ദുസൂചനകൾ കലർന്നിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലെ ദുസൂചനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇപ്രാവശ്യം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം മുതൽ ഈ സമയം വരെ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മളോട് വലിയ ആഭിമുഖ്യത്തോടു കൂടിയിട്ടാണ് ഇടപെടുന്നത്. മാത്രമല്ല, ഇടുക്കി പോലൊരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ MP എന്ന പദവി അതൊരു ആലങ്കാരിക പദവിയോ അല്ലെങ്കിൽ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കേണ്ട ഒന്നല്ല. അതൊരു ഉത്തരവാദിത്വവും അതിനപ്പുറത്ത് ഒരു ഭരണഘടനാ പദവിയും അതൊരു അധികാരവുമാണ്. അപ്പോൾ അതിന്റെ സാധ്യതകളെ ഉപയോഗിച്ച് ഇടപെട്ട് പരിഹാരം കാണേണ്ട ജനങ്ങളെ ബാധിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്ത് കൃത്യതയോടുകൂടി ഇടപെടാൻ പറ്റുന്നത് ആർക്ക് എന്നത് ഇടുക്കിക്കാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. 2014 മുതൽ 19 വരെയുള്ള പാർലമെന്റ് അംഗമെന്നുള്ള എൻ്റെ കാലത്തെ പ്രവർത്തനമുണ്ട്. അതിനുശേഷമുള്ള കാലഘട്ടവും അവർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ പരിഹാരമുണ്ടാക്കാൻ MP എന്ന പദവി, ആ പദവിയുടെ എല്ലാ സാധ്യതകളെയും കണ്ടെത്തി ഉപയോഗിക്കുന്ന ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തീർച്ചയായിട്ടും എനിക്ക് അനുകൂലമായി തന്നെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഗുണം തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മുഴുവൻ വിഭാഗം ആളുകളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്തായാലും അത്തരത്തിലാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്ത് ഇപ്പോഴും സജീവമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.